അൻവർ എം എൽ എ എന്ന് പറയാൻ പറ്റില്ല, എം എൽ എ ആയിരുന്നു. ഇപ്പോൾ LDF വിട്ട് എന്നാൽ UDF എത്തിയിട്ടില്ല, എങ്ങും എത്താതെ നിൽക്കുകയാണ്. കരയ്ക്ക് അടിയാനായിട്ട് ഇനിയും അല്പസമയം കൂടി എടുക്കും. അതിന് ചില ഉപാധികളൊക്കെ UDF മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എന്തായാലും UDF അൻവറെ തഴയാൻ പറ്റത്തില്ല. കാരണം നിലമ്പൂരിൽ ഒരു വിജയം ഉണ്ടാക്കണം. അത് പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി മാറുകയും വേണം. അത് UDF ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഒരു അനുകൂല തരംഗമാക്കി മാറ്റാൻ കഴിയും എന്നാണ് UDF തന്നെ പ്രതീക്ഷ. അതിന് വേണ്ടത് അൻവർ അഗ്നിശുദ്ധി വരുത്തി വരണം. അതായത് തൃണമൂൽ കോൺഗ്രസുമായുള്ള കൂട്ടുകെട്ട് ഹൈക്കമാൻഡ് അംഗീകരിക്കത്തില്ല. UDF പ്രവേശം വേണമെന്നുണ്ടെങ്കിൽ തൃണമൂലുമായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ച് മമതാ ബാനർജിയെ മൊഴിചൊല്ലി വേണം അൻവർ UDF പ്രവേശിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനകത്തങ്ങ് ലയിക്കുകയല്ല, മറിച്ച് RMB മാതൃകയിൽ. നമുക്കറിയാം, വടകരയിൽ നിന്നുള്ള MLA ആണ് KK രമ. RMBയുടെ MLA, ഒരേ ഒരു MLA. RMBക്ക് ഇടമുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് വടകരയാണ്. TP ചന്ദ്രശേഖരൻ്റെ നാട്. TP ചന്ദ്രശേഖരനിലൂടെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനം. പക്ഷേ KK രമ നിയമസഭയിൽ തന്നെ വലിയൊരു ശക്തിയായിട്ടാണ് നിൽക്കുന്നത്. KK രമ നിയമസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ പിണറായിയും LDFും വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും UDFനകത്തെ ഒരു കരുത്തായ ഒരു സഖ്യമാണ് RMB. ഒരുപക്ഷെ PV അൻവറും RMB മാതൃകയിൽ നിന്ന് കഴിഞ്ഞാൽ അത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ 2026 നമുക്കങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. കാരണം BJP കേരളത്തിൽ നിർണായക ഘടകമായി മാറുമ്പോൾ ഈ UDF അധികാരത്തിൽ വരും എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം LDF ഹാട്രിക് വിജയത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ PV അൻവർ ഒരു ശക്തിയായിട്ട് മാറുകയും ചെയ്യും. എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കത്തില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും. ജോയിയോ ആര്യാടൻ ഷൗക്കത്തോ. മറുഭാഗത്ത് സ്വരാജോ തോമസ് മാത്യു ആയിരിക്കും സാധ്യത. പക്ഷേ ആര് UDFിൽ നിന്ന് വിജയിച്ചാലും അത് അൻവറിൻ്റെ വിജയമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ. കാരണം അൻവർ പിണറായിയെയും CPMനെയും വെല്ലുവിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. അങ്ങനെ പുറത്തേക്ക് വന്ന PV അൻവറിലൂടെ UDFിന് ഈ മണ്ഡലം തിരികെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ UDF തീർച്ചയായിട്ടും അൻവറിനോട് കടപ്പെട്ടിരിക്കും. കാരണം കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നിലമ്പൂർ കാണിച്ചു കൊടുക്കും. ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം പ്രകടമായില്ല. കാരണം കോൺഗ്രസിൻ്റെ മണ്ഡലം അവരത് നിലനിർത്തി, CPMൻ്റെ ഒരു മണ്ഡലം അത് നിലനിർത്തി. അവിടെ ഭൂരിപക്ഷം കുറവുണ്ടായിരുന്നു. പക്ഷേ ലോക്സഭയിലെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും CPM പിറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് BJPക്കും ഏറെ പ്രതീക്ഷയുണ്ട്. അങ്ങനെ BJP സ്പേസ് കണ്ടുപിടിച്ചതോടുകൂടിയാണ് UDF കേരളത്തിൽ ഒരു തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. പക്ഷേ നിലമ്പൂരിൽ BJPക്ക് വേണ്ടത്ര സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. BJP വെറുതെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഒരാളെ അവിടെ കൊണ്ട് നിർത്തുകയായിരിക്കത്തില്ല ചെയ്യുന്നത്. ഒരു അറിയപ്പെടുന്ന ഒരു നേതാവിനെ തന്നെ അങ്ങോട്ടേക്ക് ഇറക്കാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അൻവറിനായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്ന വിജയം എന്നുള്ളത് ഉറപ്പാണ്. അൻവറിനെ അതുകൊണ്ട് UDFനും തഴയാൻ വയ്യ. അൻവറിന് തൃണമൂലുമായിട്ടുള്ള ബന്ധവും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് വിച്ഛേദിച്ച് വരാനും കഴിയുന്നില്ല. കാരണം
അങ്ങോട്ട് പോയി ചോദിച്ച് സഖ്യമുണ്ടാക്കി വന്നതാണ്. കാരണം അൻവറിനൊരു നിലനിൽപ്പിൻ്റെ ആവശ്യമുണ്ട്. DMK സ്റ്റാലിനുമായിട്ടൊരു ചർച്ചയൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇവിടെ പിണറായി വിജയൻ്റെ അടുത്ത ആളല്ലേ സ്റ്റാലിൻ. പിണറായി തന്നെ അതിന് തകിടം മറിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നേരെ അങ്ങ് ബംഗാളിലേക്ക് വിട്ടത്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് കാത്തിരിക്കുന്നു. കേരളത്തിൽ ഒരു ഘടകം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ CPM ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബംഗാളിലെ CPM തകർത്തെറിഞ്ഞുകൊണ്ടാണല്ലോ തൃണമൂൽ കയറി വന്നത്. അതുപോലെ അൻവറിലൂടെ കേരളത്തിലും തൃണമൂൽ കോൺഗ്രസിനെ വളർത്തിയെടുക്കാമെന്നായിരിക്കാം ഒരുപക്ഷെ മമതാ ബാനർജി കരുതിയത്. പക്ഷെ കേരളത്തിലെ ആ സ്പേസ് BJP ഉണ്ടാക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു ഘടകം വന്നു. പക്ഷേ ഇതിനിടയ്ക്ക് തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് അൻവർ പോകാതെ നിൽക്കുകയുമാണ് ചെയ്യുന്നത്. കാരണം അൻവറിന് കേരളത്തിൽ ഒരിടം വേണമെങ്കിൽ ഇനിയിപ്പോൾ അത് UDF പറ്റുകയുള്ളൂ. അതുകൊണ്ട് അൻവർ തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഈ RMB മോഡൽ സഹകരണമാണ് ആലോചനയിൽ. ഇവിടെ ഇപ്പോൾ നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയമുണ്ടായാൽ തീർച്ചയായിട്ടും 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കും. അങ്ങനെയുള്ള ഒരു ഉപാധിയോടുകൂടിയായിരിക്കും അൻവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരികയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനവും കൂടിയാണ്. KK രമയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകും. CMPയിൽ നിന്ന് CP ജോണിനും ഉണ്ടാകും. ഈ ഒറ്റയാൾ പട്ടാളങ്ങൾ കുറേ ഉണ്ടാകും UDF. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, ഫോർവേഡ് ബ്ലോക്ക് ദേവരാജൻ, RSP ബേബി ജോണ്, അങ്ങനെ പിന്നെ 900 ചെറു പാർട്ടികൾ എങ്ങനെ നിൽക്കുകയാണ് UDF. അക്കൂട്ടത്തിൽ ഒന്നായി മാറും PV അൻവർ. പക്ഷെ PV അൻവർ എന്തായാലും പല ഉപാധികളും മുമ്പോട്ട് വയ്ക്കും. PV അൻവറിന് മന്ത്രിസ്ഥാനം വേണം, RMB മോഡലിൽ ഒറ്റയ്ക്ക് നിൽക്കാം എന്ന് സമ്മതിക്കും. ഇവിടെ വിജയം ഉണ്ടാക്കുക എന്നുള്ളത് അൻവറിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. ഇപ്പോൾ LDF വിജയിച്ചു കഴിഞ്ഞാൽ UDF ഇവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. CPM സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. 2 കാര്യങ്ങളാണ് ഈ മണ്ഡലത്തിലെ മത്സരത്തിലുള്ളത്. ഒന്ന്, CPM വിജയിച്ചു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തണം. 2, PV അൻവറിനോടുള്ള ഒരു പകരം വീട്ടൽ കൂടിയായിരിക്കും. ഇങ്ങനെ 2 കാര്യങ്ങളാണ് CPM മുമ്പിലുള്ളത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം CPM മുമ്പിൽ UDF വിജയമുണ്ടാക്കി കൊടുക്കണം. അൻവർ തന്നെ നിലമ്പൂരിൽ വിജയിച്ചു. പിന്നെ UDF വിജയിക്കുന്നതോടുകൂടി കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുകൂടി പ്രതിഫലിപ്പിക്കണം. ഇതിത്രയും ഈ ദൗത്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ PV അൻവർ വിജയിച്ചു. അൻവർ പിന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കും. വിജയിച്ചു കഴിഞ്ഞ് UDF കൂടി അധികാരത്തിൽ വരികയാണെങ്കിൽ അൻവറിന് മന്ത്രിപട്ടവും അലങ്കരിക്കാം.